ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ എന്താണ് പോളിനോമിയൽസ് എന്നൊക്കെ പഠിച്ചതാണ് അല്ലേ. പിന്നെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമവാക്യം, ഈക്വൽ ടു സൈൻ അതിനകത്ത് ഉണ്ടായിരിക്കണം. ബഹുപദങ്ങൾക്ക് സാധാരണ നമ്മൾ എക്സ് ഒക്കെ ഇട്ടാണ് ചെയ്യാറ് അല്ലേ. ഞാൻ ഇവിടെ രണ്ട് നമ്പേഴ്സ് അതിന്റെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലം കാണാനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 38 × 32 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പല രീതിയിൽ ഗുണിക്കുന്നത് നമ്മൾ പഠിച്ചു. അതായത് 38നെ 30 + 8 എന്നും എഴുതാം, 32നെ 30 + 2 എന്നും എഴുതാം അല്ലേ. ഇതിന്റെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്? ഈ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് നമ്പറിനെ കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 30 × 30 ആദ്യത്തെ ആരോ മാർക്ക്. ഇനി +2നെ കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആരെ? 30. അപ്പോൾ +30 × 2. ഇനി 30 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്തല്ലോ. പിന്നെ +8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ +8 × 30. ഇനി +8നെ +2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് +8 × 2. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ 30 രണ്ട് പ്രാവശ്യം വന്നതുകൊണ്ട് അതിനെ 30² എന്ന് എഴുതാം. പ്ലസ് ഇവിടെ രണ്ടിടത്തും 30 വന്നുകൊണ്ട് ആ 30യെ കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്, +8 ഉണ്ട്. +8 × 2 മനസ്സിലായ? 30യുടെ സ്ക്വയർ എത്രയാണ്? 3യുടെ സ്ക്വയർ നമുക്കറിയാമെങ്കിൽ 30യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 30യുടെ സ്ക്വയർ 900. ഒരു 0 ആണെങ്കിൽ സ്ക്വയർ കാണുമ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. പ്ലസ് 8 + 2 എത്ര? 10 ആണ്. 30 × 10 30 × 10 എന്ന് പറയുമ്പോൾ 300. പ്ലസ് 8 2s are 16. അപ്പോൾ ആൻസർ എത്ര വന്നു? 900 + 300 എത്ര വന്നത്? 1200 പ്ലസ് 16. 1216 ആൻസർ കിട്ടിയില്ലേ? ഇനി ഇത് നമ്മൾ പോളിനോമിയൽ ഫോമിൽ, അതായത് എക്സ് ഇട്ട് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ആദ്യത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പർ 30 ആണ്, രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പർ 30 ആണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് അതിനെ കൊടുക്കാം. ഇനി 8ന് പകരം എ എന്ന് കൊടുക്കാം. എക്സ് + a ഇൻറ്റു ഈ 30 തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ അവിടെയും എക്സ് തന്നെ. പ്ലസ് 2ന് ബി എന്നും കൊടുക്കാം. അങ്ങനാണെങ്കിൽ എക്സ് + a × എക്സ് + b എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 30യുടെ സ്ക്വയർ, ഈ സ്റ്റെപ്പാണ് നമ്മൾ നോക്കേണ്ടത്. 30യുടെ സ്ക്വയർ, 30 ആരാ? ഇവിടെ എക്സിന്റെ സ്ക്വയർ പ്ലസ് നോക്കിക്കേ, ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? 2ഉം 8ഉം. 2ഉം 8ഉം ആരാണ്? എയും ബിയും ആണ്. അവ തമ്മിൽ ആഡ് അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ a + b × ഈ 30 ഉണ്ടല്ലോ, അതിന് എക്സ് എന്ന് എഴുതാമല്ലോ. പ്ലസ് 8ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അതായത് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐഡന്റിറ്റി. അതായത് എക്സ് + a × എക്സ് + b = x² + a + b × x + ab. ഇനി ഇവിടെ എപ്പോഴും പ്ലസ് തന്നെ വരണമെന്നുണ്ടോ? ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. ഈ 30 + 8 × 30 + 2ന്റെ ജനറൽ ഫോം അന്നേരം നമുക്കൊന്ന് എഴുതണമല്ലോ. ഇവിടെ നിന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? ജനറൽ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 30യെ എക്സ് ആക്കി എടുക്കുക. അപ്പൊ x² പ്ലസ് ഇതെന്താ? 2 + 8 10 ആണ്. അപ്പൊ 10x പ്ലസ് 2 × 8 എത്രയാണ്? 16. അപ്പൊ അവിടെ 30ക്ക് പകരം എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? x + 8 × x + 2 = x² + 10x + 16. ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. നമുക്ക് ഇതുപോലത്തെ 3-4 ചോദ്യങ്ങൾ ചെയ്യാം. നമുക്ക് പേജ് നമ്പർ 190-ലെ ഒന്നാമത്തെ ചോദ്യം ആദ്യം ചെയ്യാം. ഇതിനകത്ത് 3 ഇക്വേഷൻസ് ഉണ്ട്. 43 × 47 ആണ് ആദ്യത്തെ, രണ്ടാമത്തെ 63 × 67, മൂന്നാമത്തെ 103 × 107. ഈ 43യെ നമുക്ക് എങ്ങനെ എഴുതാം? 40 + 3 എന്ന് എഴുതാം. 47നെ 40 + 7 എന്ന് എഴുതാം ആണല്ലോ. ഇവിടെയോ 63യെ 60 + 3 എന്ന് എഴുതാം.
67നെ 60 പ്ലസ് 7 എന്നും എഴുതാം. ഈ 103യെ 100 പ്ലസ് 3 ഇൻറ്റു 107നെ 100 പ്ലസ് 7 എന്നും എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലായിടത്തും 3യും 7ഉം ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോമാറ്റാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുകയും ചെയ്യണം, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു 40 സ്ക്വയർ കാണണം. ആദ്യത്തെ 40 സ്ക്വയർ പ്ലസ് പിന്നെന്താ 3യും 7ഉം കൂടെ ആഡ് ചെയ്തിട്ട് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 3 ഇൻറ്റു 7 ആണല്ലോ. 40 സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ 40 സ്ക്വയർ 1600 പ്ലസ് 3 പ്ലസ് 7 10 ആണ്. 10 ഇൻറ്റു 40 എത്ര? 400 വന്നു പ്ലസ് 7 3s are 21. അപ്പോൾ എത്ര വന്നു? 1600ൻ്റെ കൂടെ 400 കൂട്ടുമ്പോൾ 2000, 2000 വരും. 2000ൻ്റെ കൂടെ 21 കൂട്ടുമ്പോൾ 2021 ആൻസർ കിട്ടിയില്ലേ. ഇനി ഇവിടെയോ അതേപോലെ തന്നെ 60, ഇവിടെ 40ക്ക് പകരം ഇവിടെ 60 ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 60 സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 3 പ്ലസ് 7 പ്ലസ് 3 ഇൻറ്റു 7. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36 ആണ്. ഒരു 0 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൻസറിൽ 2 0. 7 പ്ലസ് 3 10. 10 ഇൻറ്റു 60 എന്ന് പറയുന്നത് 600 പ്ലസ് 21. അപ്പോൾ ഇവിടെ 3600 600 കൂടെ കൂട്ടുക. അപ്പോൾ 4200. 4221 ആൻസർ കിട്ടിയില്ലേ. ഇനി ഇവിടെ 100ൻ്റെ സ്ക്വയർ വേണം ആദ്യം. പ്ലസ് 100 ഇൻറ്റു 3 പ്ലസ് 7 പ്ലസ് 3 ഇൻറ്റു 7. 100ൻ്റെ സ്ക്വയർ കണ്ട ഇവിടെ 2 0 ഉണ്ട്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണല്ലോ. പിന്നെ ഇവിടെ 2 0 ഉള്ളപ്പോൾ സ്ക്വയർ കാണുമ്പോൾ 4 0 വരും. പ്ലസ് 3 പ്ലസ് 7 10 ആണ്. 10 ഇൻറ്റു 100 1000 പ്ലസ് 21. അപ്പം ആൻസർ എത്ര വന്നു? 11021 എന്ന ആൻസർ കിട്ടി. ഇനി ഇതിൻ്റെ ഒരു ജനറൽ ഫോം കൊണ്ടുവരണം. അതായത് ആദ്യം എക്സ് ഇടുക. എക്സ് പ്ലസ് 3 ആണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. രണ്ടാമത്തത് എക്സ് പ്ലസ് 7 ആണ്. അപ്പം എന്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് 7. 3 പ്ലസ് 7 എന്താണ്? എല്ലായിടവും വന്നിരിക്കുന്നത് 3 പ്ലസ് 7 10. കണ്ടോ? 3 പ്ലസ് 7 10. 3 പ്ലസ് 7 10. അപ്പോൾ 10 എക്സ്. എക്സ് ഇവിടെ മാറി മാറി വന്നിട്ടുണ്ട്. 40, 60, 100 വന്നിട്ടുണ്ട്. പ്ലസ് നോക്കിക്കേ, ഈ ലാസ്റ്റ് നമ്പർ 21 21 21. അപ്പോൾ ജനറൽ ഫോമാറ്റ് ഇതായില്ലേ. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 21. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഇതിലെ ഒന്നാമത്തത് 51 ഇൻറ്റു 52, രണ്ടാമത്തെ 81 ഇൻറ്റു 82, മൂന്നാമത്തെ 301 ഇൻറ്റു 302. നേരത്തെ പോലെ തന്നെ 51നെ 50 പ്ലസ് 1 എന്ന് എഴുതാം ഇൻറ്റു 50 പ്ലസ് 2. ഇവിടെയോ 81നെ 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2. 301നെ 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2. അപ്പോൾ ഇവിടെ 50 ഇൻറ്റു 50 50 സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് 50 ഇൻറ്റു 1 പ്ലസ് 2. അടുക്കത്തെ സമ്മാണ്, പിന്നെ പ്രോഡക്റ്റ് 1 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ എഴുതുമ്പോഴോ 80 സ്ക്വയർ പ്ലസ് 80 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 2. ഇവിടെയോ 300 സ്ക്വയർ പ്ലസ് 300 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ 50 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 എത്ര? 3. 3 ഇൻറ്റു 50 അല്ലേ. 50 ഇൻറ്റു 3 പ്ലസ് 1 2s are 2. ഇവിടെ 80 സ്ക്വയർ പ്ലസ് 80 ഇൻറ്റു 3 പ്ലസ് 1 2s are 2. നമുക്ക് എപ്പോഴും അഡിഷൻ ലാസ്റ്റത്തേക്ക് വെക്കണം. മൾട്ടിപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അഡിഷൻ ചെയ്യാവുള്ളൂ. ഇവിടെ 300 സ്ക്വയർ പ്ലസ് 300 ഇൻറ്റു 3 പ്ലസ് 2. അപ്പോൾ ഇതെന്താ 50 സ്ക്വയർ 2500. 5 സ്ക്വയർ 25, 2 0. 150 പ്ലസ് 2. അപ്പോൾ എത്ര വന്നു? 2500 കൂടെ 150 കൂട്ടുമ്പോൾ 2650. 2652 എന്ന് ആൻസർ കിട്ടി. ഇവിടെയോ
8ന്റെ സ്ക്വയർ 64, 2 0 ഇടുക, 8 3s are 24, 0 പ്ലസ് 2. ഈ പ്ലസ് അതേപോലെ താഴോട്ട് ഇടുക, അതിൻ്റെ ഇടയ്ക്കുള്ള വർക്കിങ്ങുകൾ ചെയ്യുക. 6400 കൂടെ 240 കൂട്ടുമ്പോൾ 6640, അതിൻ്റെ കൂടെ ഒരു 2 കൂടെ 6642 കിട്ടിയില്ല. ഇനി 3യുടെ സ്ക്വയർ 9 ആണ്, 2 0 ഉള്ളതുകൊണ്ട് ആൻസറിൽ 4 0 വരണം. 3 3s are 9, 2 0 പ്ലസ് 2. അപ്പോൾ ആൻസർ എത്ര വന്നു? 90902. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ ജനറൽ ഫോമാറ്റ് കൊണ്ടുവരണം. അതായത് ആദ്യത്തെ നമ്പേഴ്സ് സെയിം ആണ്, ഇവിടെ 80 വന്നു, അവിടെ 300 വന്നു. അപ്പോൾ എക്സ് പ്ലസ് 1ഉം 2ഉം ആണ്. 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിട്ടിയത്? എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2. 1 പ്ലസ് 2 എന്താ? 3. എല്ലായിടത്തും 3 അല്ലേ? അപ്പോൾ 3x പ്ലസ് ലാസ്റ്റ് 2 അല്ലേ എല്ലായിടവും കിടക്കുന്നത്? അതായത് 1 ഇൻറ്റു 2 2. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോമാറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം എക്സ് സ്ക്വയർ എഴുതുന്നു, പിന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു, 4ഉം 1ഉം കൂടെ ആഡ് ചെയ്യുന്നു, സം കണ്ടിട്ട് കൂട്ടിയിട്ട് എക്സ് കൊണ്ട് ഗുണിക്കുന്നു, പിന്നെന്താ ഈ 4ഉം 1ഉം കൂടെ ഗുണിക്കുന്നു അല്ലേ? ഇതാണല്ലോ നമ്മുടെ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിനെ ഓൾജിബ്രൈക് ഫോമിൽ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 4ന് എ എന്നും 1ന് ബി എന്നും കൊടുക്കാം. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഈ എയും ബിയും കൂടെ കൂട്ടിയതല്ലേ ഇവിടെ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ എയും ബിയും കൂടെ ഗുണിക്കുകയല്ലേ ചെയ്തത്, എ ഇൻറ്റു ബി അല്ലെങ്കിൽ എ ബി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐഡൻറ്റിറ്റി. ഇനി ഇവിടെ എല്ലായിടും പ്ലസ് ആണല്ലോ, അപ്പോൾ ഒരിടത്ത് മൈനസ് വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 ഇങ്ങനെ വന്നാലോ? ആ എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ പ്ലസ് 4ഉം മൈനസ് 1ഉം ആണ് അല്ലേ? അപ്പോൾ 4 മൈനസ് 1 അല്ലെങ്കിൽ എക്ക് പകരം 4ഉം ബിക്ക് പകരം മൈനസ് 1ഉം ആണ് കിടക്കുന്നത്. അപ്പോൾ 4 മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 എന്നല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഓൾജിബ്രൈക് ഫോമിൽ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയപ്പോൾ എക്സ് സ്ക്വയർ, ഇവിടെ നോക്ക് എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എക്സ്, പിന്നെ ഇവിടെ കണ്ടോ 4 ഇൻറ്റു മൈനസ് 1. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ സബ്ട്രാക്ഷൻ ആണ്, മൈനസ് ആണ്, മൈനസ് എ ബി എന്ന് കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി. ഇനി രണ്ടിടത്തും മൈനസ് വന്നാലോ? ഇപ്പോൾ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ ആദ്യത്തത്. ഇനി ഇവിടെ രണ്ടും കൂടെ സമ്മാണ് കാണേണ്ടത് അല്ലേ, കൂട്ടുക ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിന് നെഗറ്റീവ് ആകുമ്പോൾ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടണം. അപ്പോൾ മൈനസ് 4 പ്ലസ് 1 കൂട്ടിയിട്ട് മൈനസ് സൈൻ ഇട്ടു ഇൻറ്റു എക്സ്. ഇനി രണ്ട് നെഗറ്റീവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അത് പോസിറ്റീവ് ആകുകയല്ലേ, അപ്പോൾ പ്ലസ് 4 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ ഇതിനെയും നമുക്ക് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് വരും. എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നായല്ലോ അടുത്ത ഐഡൻറ്റിറ്റി ആയില്ലേ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും പ്ലസ് തന്നെ വരണമെന്നില്ല, പ്ലസും മൈനസും ആയിട്ട് വരാം, രണ്ട് നെഗറ്റീവായിട്ട് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് പേജ് നമ്പർ 193 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. ഒന്നാമത്തത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. നമ്മൾ ബ്രാക്കറ്റിനകത്ത് രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആദ്യം എക്സ് സ്ക്വയർ, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5 2 7, 5 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ്, എന്നിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് 5 ഇൻറ്റു 2. നടുക്കത്തത് കൂട്ടുന്നത്, ലാസ്റ്റത്തത് ഗുണിക്കുന്നത്, അത് മറന്നു പോകരുത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 5 2s are 10. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ നോക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5.
അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ആണ്, പിന്നെ പ്ലസ് 2 മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു മൈനസ് 5. അപ്പോൾ ഈ പ്ലസ്സുകൾ അതേപോലെ താഴോട്ടിടുക, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കത്തെ മാത്രം എക്സ് സ്ക്വയർ. 2 ൽ നിന്ന് 5 പോകുമ്പോൾ മൈനസ് 3x. ഇവിടെയോ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൈനസ് 10. ഇവിടെ ഈ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, ഇവിടെയും ഈ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ ആ മൈനസ് ഇട്ട് എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. അതായത് ആദ്യത്തെ ബ്രാക്കറ്റിൽ മൈനസ് നോക്കിക്കേ, എക്സ് സ്ക്വയർ വന്നു പ്ലസ് കൂട്ടണം. അപ്പം മൈനസ് 2 പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് ഗുണിക്കണം മൈനസ് 2 ഇൻറ്റു 5. അപ്പം എക്സ് സ്ക്വയർ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കുറയ്ക്കുമ്പോൾ 3 കിട്ടും. വലിയ നമ്പർ 5 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 3x മൈനസ് 10. ഇനി നാലാമത്തത് രണ്ടും നെഗറ്റീവ്, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് രണ്ടും കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ, രണ്ടും നെഗറ്റീവ് അല്ലേ, അപ്പോൾ രണ്ടും നെഗറ്റീവ് അപ്പോൾ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പോൾ കൂട്ടാനുള്ളത് നമുക്ക് ബ്രാക്കറ്റിനകത്തും നെഗറ്റീവ് സൈൻ പുറത്തും ഇടാം. അപ്പോൾ 2 പ്ലസ് 5 ഇൻറ്റു എക്സ്, പിന്നെ പ്രോഡക്റ്റ് രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, 2 ഇൻറ്റു 5 അല്ലെ, മൈനസ് 2 ഇൻറ്റു മൈനസ് 5 അത് തന്നെയാണ് പ്ലസ് ആകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വന്നു, എക്സ് സ്ക്വയർ മൈനസ് 5 പ്ലസ് 2 7 ആണ്, 7x. രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായി പ്ലസ് 10. ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോം തരും, എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.